Dear students, welcome back to Maths class. Okay, today let's go our next topic. No pen or paper. Look at page number 36. 108 gooseberries are to be divided among 4 children. 108 gooseberries in the 4 children divide ചെയ്യാണ്. Suppose we divide 100 berries first. പെന്നും പേപ്പറും ഇല്ലാതെ അതാണ് പറഞ്ഞിട്ടുള്ളത്. നോ പെൻ ഓർ പേപ്പർ. പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യാതെ ആലോചിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് സപ്പോസ് വി ഡിവൈഡ് 100 berries ഫസ്റ്റ്. 108 ആണ്. അതിൽ ഫസ്റ്റ് എന്ത് ചെയ്തു? 108 100 gooseberries എടുത്തു. 100 gooseberries എടുത്തതിൽ ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? 100 gooseberries എടുത്താൽ 4 ചിൽഡ്രൻ ആണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടും? എത്ര വീതം കിട്ടും? 100നെ 4 പോർഷൻ ആക്കിയാൽ മതി. 100നെ 4 പോർഷൻ ആക്കിയ ഒരു പോർഷൻ എത്ര? 25. ഓക്കെ, 25. അപ്പോൾ 108 gooseberries ഉള്ളത്. അതിൽ ഫസ്റ്റ് 100 എടുത്ത് 4 ചിൽഡ്രനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 25 gooseberries കിട്ടും ഓരോരുത്തർക്ക്. നെക്സ്റ്റ്, ഓക്കെ, ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? റൈറ്റ്, 25. വിച്ച് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 4 ഗീവ്സ് 100? 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 100 കിട്ടുക? സോ 100 ഡിവൈഡഡ് എമംഗ് 4 ഗീവ്സ് 25 ടു ഈച്ച്. ആ 4നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ 100 കിട്ടുക, ആ നമ്പർ ആവും എന്ത്? അവർക്ക് കിട്ടിയിട്ടുള്ള ഗൂസ്ബെറീസിൻ്റെ എണ്ണം അല്ലേ? അത് വേറെ രീതിയിൽ പറയാം നമുക്ക്. സോ 100 ഡിവൈഡഡ് എമംഗ് 4 ഗീവ്സ് 25 ടു ഈച്ച്. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ആ നമ്പർ കിട്ടും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഡിവൈഡ് ചെയ്യണതൊക്കെ, ആ സീഡ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണത് അല്ലേ? ഓക്കെ, നൗ 8 മോർ ബെറീസ് റിമൈനിങ്. 108 ആണെങ്കിൽ 100 കഴിഞ്ഞു, ഇനി എത്ര ഉണ്ട്? 8 ഗൂസ്ബെറീസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇഫ് ദോസ് ആർ ആൾസോ ഡിവൈഡഡ് ഈച്ച് വുഡ് ഗെറ്റ് 2 മോർ. ഈ 8 ഗൂസ്ബെറിനെയും 4 ചിൽഡ്രനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര കിട്ടും? ഓരോരുത്തർക്കും 2. ഓക്കെ, ആൾ ടുഗദർ ഈച്ച് ഗെറ്റ് 25. ഫസ്റ്റ് 100നെ ഡിവൈഡ് ചെയ്തപ്പോൾ 25ഉം 8നെ ഡിവൈഡ് ചെയ്തപ്പോൾ 2 ഈക്വൽ 27. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്നത് 27 ഗൂസ്ബെറീസ്. വാട്ട് ഡു വി സീ ഹിയർ? ഇവിടെ എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? ഓക്കെ, ലിസൺ നെക്സ്റ്റ് പേജ്. ടു ഡിവൈഡ് 108 by 4 we can divide 108 separately by 4 and add. 108നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാതെ നമ്മൾ എന്താണ് ആലോചിച്ച് ചെയ്തതാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് വി ക്യാൻ ഡിവൈഡ് 100നെ ആദ്യം ഡിവൈഡ് ചെയ്തു, ആൻഡ് 8 പിന്നെന്താണ്? 8നെയും സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ബൈ 4. ഏതുകൊണ്ട്? 4 കൊണ്ട്. ആൻഡ് ആഡ് പിന്നെന്ത് ചെയ്തു? ആ കിട്ടിയ ആൻസർ ആഡ് ചെയ്തു. ഓക്കെ, നൗ ട്രൈ ഡു ദീസ് പ്രോബ്ലംസ് ആൾസോ ഇൻ യുവർ ഹെഡ്. ഇനി കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അത് ആലോചിച്ചതുപോലെ ചെയ്യാൻ. ഇഫ് 168 rupees ഈസ് ഡിവൈഡഡ് എമംഗ് 8 ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? 168 rupee 8 ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്, വീതിച്ച് കൊടുക്കുകയാണ്. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര രൂപയാണ് കിട്ടുക? അപ്പോൾ 168 ആകുമ്പോൾ 8 ആണ്, 8 ആളുകൾക്കാണ് കൊടുക്കാനുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ 100 എടുത്ത പോലെ 168 എന്തെടുക്കാം? ഫസ്റ്റ് പ്രോബ്ലത്തിൽ 100 എടുത്ത പോലെ 168 ഏതെടുക്കാം? 160 എടുക്കാം. 160 എടുത്തു ഫസ്റ്റ്. 160 ഡിവൈഡ് ബൈ 8 ചെയ്താൽ 160ൽ ഹൗ മെനി ടൈംസ് 8? ഹൗ മെനി ടൈംസ് 8? 20 ടൈംസ് അല്ലേ? 16ൽ 8 2 ടൈംസ്, ദെൻ 0, അപ്പോൾ ദെൻ 20 ടൈംസ് ആണ് 160ൽ 8. ദെൻ നെക്സ്റ്റ് ഏതുണ്ടാവുക? 8. 168ൽ 160 എടുത്ത് 20. നെക്സ്റ്റ് റിമൈനിങ് 8 rupee ഡിവൈഡ് ബൈ 8. 8നെ 8 ആളുകളുടെ ഇടയിൽ വീതിച്ചാൽ എത്ര കിട്ടും? 1 രൂപ വീതം കിട്ടും. ടോട്ടൽ ഈക്വൽ 20 + 1 equal 21. Okay, clear? ഫസ്റ്റ് 168 റുപ്പിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 160 എടുത്തു. 160നെ 8 ആളുകളിൽ ഇടയിൽ വീതിച്ചു കൊടുത്താൽ എന്ത് കിട്ടും? 20 rupee വീതം കിട്ടും. ബാക്കിയുള്ളത് 8നെ 8 ആളുകൾക്ക് വീതിച്ചു കൊടുത്താൽ 1 രൂപ വീതം കിട്ടും. ദെൻ 20 + 1 = 21 rupees. ഓക്കെ, നെക്സ്റ്റ്
Next question, if 175 pens are packed into 7 packets, how many pens would each packet have? 175 pens എന്ത് ചെയ്യാണ് 7 പാക്കറ്റിൽ പാക്കറ്റ് ആക്കിയിട്ട് ചെയ്യാണ് 7 പാക്കറ്റ്സ്ക്ക് പാക്ക് ചെയ്യാണ്. ഹൗ മെനി പെൻസ് വുഡ് ഈച്ച് പാക്കറ്റ് ഹാവ്? അങ്ങനെ ആകുമ്പോൾ ഓരോ പാക്കറ്റിലും എത്ര പേന വീതം ഉണ്ടാവുക? ഡിവൈഡ് ചെയ്ത് നോക്കാതെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വേഗം ആൻസർ കിട്ടും. ഡിവൈഡ് ചെയ്ത് നോക്കാതെ ഫസ്റ്റ് 175 ആണ്. ലിസൺ, 175 പെൻസ് ആണ് ഇല്ലേ? 7 പാക്കറ്റ്സ് ആണ് ആക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഏതെടുക്കുക? ഫസ്റ്റ് ഏതെടുക്കാം? 175 140 എടുക്കാം. 7 കൊണ്ട് ശരിക്കും ഡിവൈഡ് ചെയ്യാൻ കഴിയണ നമ്പർ നോക്കിയിട്ടാണ് എടുക്കുന്നത്. 7 ശരിക്ക് ചെയ്യാൻ കഴിയണ നമ്പർ 140 എടുത്തു. 140 how many times 7? How many times 7? 20. അപ്പോൾ അതിൽ 175 പെൻസിൽ 140 പെൻസ് ആദ്യം എടുത്തു. അതിനെ 7 പാക്കറ്റ്സ് ആക്കുമ്പോൾ 20, ഓരോന്നിലും 20. നെക്സ്റ്റ് എത്രയുണ്ടാകുക ബാലൻസ്? 35 പെൻസ് റിമൈനിങ്. 35 പെൻസ് ആണ് ബാലൻസ് ഉണ്ടാവുക. ഇത് 7 പാക്കറ്റ്സ് ആക്കുമ്പോൾ 35 പെൻസിനെ 7 പാക്കറ്റ്സ് ആകുമ്പോൾ 7 വിച്ച് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 35? 5 അല്ലേ? ദെൻ 5. അപ്പോൾ ഓരോ പാക്കറ്റിലും 5 പെൻസും ഉണ്ടാവും. ടോട്ടൽ 20 + 5 = 25 പെൻസ്. ഓക്കെ, 175 പെൻസ് ആണുള്ളത്. അതിൽ 140 പെൻസ് ആദ്യം എടുത്തു. അതിന് 20 ഓരോ പാക്കറ്റിലും എത്ര കിട്ടും? 20. 140 പെൻസിന് 7 പാക്കറ്റ്സ് ആകുമ്പോൾ ഓരോ പാക്കറ്റിലും 20 വീതം ഉണ്ടാവും. ദെൻ 35 പെൻസ് ബാലൻസ് ഉണ്ട്. അതിന് ഓരോ പാക്കറ്റ്സ് ആക്കുമ്പോൾ 5 പെൻസ് വീതം, 7 പാക്കറ്റ്സ് ആക്കുമ്പോൾ 5 പെൻസ് വീതം കിട്ടും. ദെൻ ടോട്ടൽ 20 + 5 = 25 പെൻസ്. അപ്പോൾ ഓരോ പാക്കറ്റിലുള്ളതാണ് ടോട്ടൽ പെൻസ് 25 പെൻസ്. ഓക്കെ, നെക്സ്റ്റ് 189 notebooks are to be divided among some children so that each gets 9 books. How many children are there? 189 നോട്ട്ബുക്സ് കുറച്ച് കുട്ടികളെ ഇടയിൽ എന്ത് ചെയ്തു? വിതരണം ചെയ്തു. സോ ദാറ്റ് ഈച്ച് ഗെറ്റ്സ് 9 ബുക്സ്. ഓരോരുത്തർക്കും എന്ത് കിട്ടി? 9 ബുക്സ് വീതം കിട്ടി. ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ? അങ്ങനെ ആകുമ്പോൾ എത്ര കുട്ടികളാണ് അവിടെ ഉള്ളത്? ഹു ക്യാൻ വി ഫൈൻഡ്? ഇത് വേറെ മോഡലിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ? കുട്ടികളെ എണ്ണാണ് കാണേണ്ടത്. 9 ബുക്സ് തന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ എന്തെന്നെ ചെയ്യുക? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 2 രീതിയിൽ വന്നാലും ഡിവൈഡ് ചെയ്യുക ചെയ്യുക. അപ്പോൾ 189 നോട്ട്ബുക്സ്, 189 നോട്ട്ബുക്സ് ആണുള്ളത് അല്ലേ? അതിൽ 180 എടുക്കുക. 180 നോട്ട്ബുക്സ് 180 എടുത്താൽ ഓരോ കുട്ടികൾക്കും കിട്ടിയത് 9 ബുക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 180 നോട്ട്ബുക്ക് എടുത്താൽ 9 ബുക്സ് വീതം എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 9 ബുക്സ് വീതം എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 20. ഇതിൽ 189 നോട്ട്ബുക്സ് ആണുള്ളത്. 180 ഫസ്റ്റ് എടുത്തു. അത് 20 സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? 9 ബുക്സ് വീതം. ബുക്സിൻ്റെ എണ്ണാണ് ഇവിടെ തന്നുള്ളത്. അപ്പോൾ 9 ബുക്സ് വീതം 20 സ്റ്റുഡൻസിന് കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ളത് 9. 180 ഇവിടെ എടുത്തു. ബാക്കിയുള്ളത് 9 ആകുമ്പോൾ എത്ര കിട്ടുക? ബാക്കി 9 ബുക്സ് ആണുള്ളത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ആ ഒരു 9 ബുക്സ് എന്താണ്? ഒരു കുട്ടിക്ക് കൊടുത്തില്ല, 9 ബുക്സ് ആണ് ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അപ്പോൾ 180 എടുത്തപ്പോൾ എന്തായി? 20 സ്റ്റുഡൻസിന് കൊടുത്തു. ബാക്കി 9 ബുക്സ് അവിടെ ഉണ്ട്. അത് ഒരു കുട്ടിക്കും കൊടുക്കാം. ദെൻ ടോട്ടൽ 20 + 1 = 21. ക്ലിയർ? ഇവിടെ നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ബുക്സിൻ്റെ എണ്ണം, കുട്ടികൾക്ക് കൊടുത്ത ബുക്സിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണമാണ് കാണേണ്ടത്. ദെൻ 189 നോട്ട്ബുക്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 180 നോട്ട്ബുക്ക് എടുത്തു. 180 നോട്ട്ബുക്ക് 9 നോട്ട്ബുക്ക് വീതം എവിടെ കൊടുക്കാം? എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 20 കുട്ടികൾക്ക് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് 9 ആണുള്ളത്. ആ ഒരു 9 എന്താണ്? ഒരു കുട്ടിക്ക് 9 ബുക്സ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ആ 9 എന്ത് ചെയ്യുക? ഒരു കുട്ടിക്ക് കൊടുക്കാം. ദെൻ ടോട്ടൽ 20 + 1 = 21 സ്റ്റുഡൻസിന്. അപ്പോൾ ഈ 189 നോട്ട്ബുക്സ് 21 സ്റ്റുഡൻസിന് കൊടുക്കാം. എത്ര നോട്ട്ബുക്ക് വീതം? 9 നോട്ട്ബുക്സ് വീതം. ഓക്കെ, നെക്സ്റ്റ്
A 72 centimeter long string is used to make a square. 72 centimeter long string യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു സ്ക്വയർ ഉണ്ടാക്കുകയാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദിസ് സ്ക്വയർ? ആ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്, ഒരു സൈഡ് എത്രയാണ്? സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? ആൾ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, 72 centimeter long string ആണുള്ളത്. How many sides in square? Square how many sides? 4. അപ്പോൾ 72 സെൻറ്റിമീറ്ററിന് നമുക്ക് 4 ഈക്വൽ പാർട്ടാണ് ആക്കേണ്ടത്. സ്ക്വയർ ആയതുകൊണ്ട് 4 ഈക്വൽ പാർട്ടാണ് ആക്കേണ്ടത്. ദെൻ 72 സെൻറ്റിമീറ്ററിൽ ഫസ്റ്റ് 4 ഈക്വൽ പാർട്ടാകാൻ 40 എടുത്തു. 40 സെൻറ്റിമീറ്റർ എടുത്താൽ ഓരോ സൈഡും എത്ര ഉണ്ടാവും? 4 സൈഡ്സ് ആണുള്ളത് സ്ക്വയറിന്. അപ്പോൾ 40 സെൻറ്റിമീറ്റർ എടുത്താൽ ഓരോ സൈഡും 4 ഈക്വൽ പാർട്ടാക്കിയാൽ 10 സെൻറ്റിമീറ്റർ വീതം കിട്ടും. ദെൻ നെക്സ്റ്റ് ബാലൻസ് 32. ബാലൻസ് 32 സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം? 4 പീസ് ആക്കണം. 4 ഈക്വൽ പാർട്ട് ആക്കണം. അങ്ങനെ ആകുമ്പോൾ എത്ര ഉണ്ടാവും? 32 8. 8 into 4 അല്ലേ 32? ഓക്കെ. Then length of one side of a square (10 plus 8) equal 18 centimeter. Okay, clear? അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 18 സെൻറ്റിമീറ്റർ ആണ്. സ്ക്വയർ ആണ്, എല്ലാ സൈഡും അപ്പം തന്നെയാവും 18 സെൻറ്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് കലണ്ടർ മാത്ത്. ടേക്ക് എനി മന്ത്സ് കലണ്ടർ ആൻഡ് മാർക്ക് ഓഫ് 4 നമ്പേഴ്സ് ഇൻ എ സ്ക്വയർ. കലണ്ടറിലെ ഒരു പോർഷന് 4 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ട് എടുക്കാൻ. കലണ്ടറിലെ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? താഴെയുള്ള 2 നമ്പേഴ്സ്, താഴേക്ക് നോക്കുകയാണെങ്കിൽ 2 നമ്പേഴ്സ് തമ്മിൽ എന്താവും? 7 ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ കലണ്ടറിലെ ഒരു പോർഷന് 4 നമ്പേഴ്സ് എടുത്തതാണ് കൊടുത്തിട്ടുള്ളത്. ആഡ് ദീസ് നമ്പേഴ്സ് ആൻഡ് ഡിവൈഡ് ദ സം ബൈ 4. ഇനി എന്ത് ചെയ്യണം? നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ആ സമ്മിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സം 5 plus 6 plus 12 plus 13. ഫസ്റ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാൻ, താഴെ 1 ഡിജിറ്റ് നമ്പർ എഴുതി പ്ലസ് ചെയ്യും. ഓക്കെ, 2 plus 3 5, 5 plus 6 11, 11 plus 5 16, 16 6 റിമൈൻഡർ 1, then 1 plus 1 2, 2 plus 1 3, sum 36. നെക്സ്റ്റ് ആൻഡ് ഡിവൈഡ് ദ സം ബൈ 4. ഇനി കിട്ടിയ സമ്മിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 36 ഡിവൈഡ് ബൈ 4. How many times 4? 9. 9 into 4 equal 36, remainder 0. Divide ചെയ്തപ്പോൾ 9. ഓക്കെ, നെക്സ്റ്റ് ലുക്ക് ടെക്സ്റ്റ് ബുക്ക്. ഡു ദീസ് വിത്ത് അതർ സച്ച് സ്ക്വയേഴ്സ്. ഇനി എന്ത് ചെയ്യാൻ? ഇതുപോലെ വേറെ പാർട്ട് കലണ്ടറിൻ്റെ വേറെ 4 നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്ത് നോക്കാൻ. ഈസ് ദെയർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ കോഷ്യൻ്റ് ആൻഡ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ? കോഷ്യൻ്റ് ലാസ്റ്റ് കിട്ടിയ ഈ ആൻസർ കോഷ്യൻ്റ് 9. ഈ 9ഉം ഫസ്റ്റ് നമ്പറും ഈ സ്ക്വയറിലെ ഫസ്റ്റ് നമ്പറും തമ്മിൽ എന്താണ് റിലേഷൻ ഉള്ളത്? എന്താ റിലേഷന്? ഫസ്റ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് 9ഉം ഈ ബോക്സിലെ ഫസ്റ്റ് നമ്പർ 5ഉം എന്താ റിലേഷന്? 5 ആണ്. 5നോട് കൂടി എന്ത് ചെയ്താലാണ് 9 കിട്ടുക? 5 plus 4. ഓക്കെ, 5 plus 4. ഇപ്പോൾ 9 കിട്ടാൻ 5 plus 4 നമ്പേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ 5 plus 4. നെക്സ്റ്റ് വേറൊരു പോർഷൻ എടുത്ത് ചെയ്ത് നോക്കാം. കറക്റ്റ് തന്നെയാണ്. ഒരു ഇതിൽ കിട്ടി 5 plus 4. നെക്സ്റ്റ് ലുക്ക് ദീസ് 4 നമ്പേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഫൈൻഡ് സം ഈക്വൽ 1 plus 2 plus 8 plus 9. ഓക്കെ, 1 plus 2 3 plus 8 11 plus 9 20.
Okay, sum 20. Then next 20 divided by 4. 20 divided by 4. 5. Okay. 5. Last answer quotient 5 കിട്ടി. ഇനി എന്താ കഴിഞ്ഞതിൽ എന്താ റിലേഷൻ കണ്ട്? ഫസ്റ്റ് നമ്പർ പ്ലസ് 4 ചെയ്താലാണ് ഇവിടുത്തെ ലാസ്റ്റ് നമ്പർ ക്വോഷ്യൻ്റ് കിട്ടുന്നത്. ദെൻ 1 പ്ലസ് 4 ഈക്വൽ 5. കഴിഞ്ഞ കേസിൽ 9 കിട്ടിയിരുന്നു. 9 ആ കേസിലുള്ള ഫസ്റ്റ് നമ്പർ 5. 5 പ്ലസ് 4 ഈക്വൽ ആണ് 9. ഈ കേസിൽ 5 ആണ് ക്വോഷ്യൻ്റ്. ദെൻ ഫസ്റ്റ് നമ്പർ 1 പ്ലസ് 4 ഈക്വൽ 5. 4 ആഡ് ചെയ്യുക പറഞ്ഞാൽ 4 നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്പറിനോട് കൂടി 4 നമ്പേഴ്സ് ആയതുകൊണ്ട് 4 ആഡ് ചെയ്ത് എന്ത് കിട്ടും? ലാസ്റ്റ് കിട്ടുന്ന ക്വോഷ്യൻ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ? ഇനി വേറെയുള്ള പെയർ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു.